ഹലോ, വെൽക്കം ബാക്ക്. ഇവിടെ ഈ കൺട്രോൾ ചാർട്ട് ടെർമിനോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് റേഷണൽ സബ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. റേഷണൽ സബ് ഗ്രൂപ്പിംഗ് അഥവാ സാമ്പിളിംഗ്. സബ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് തന്നെയാണ്. സാമ്പിൾസ് എങ്ങനെയുള്ളതായിരിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞു, സാമ്പിൾസിന് ആയി ബന്ധപ്പെട്ട് രണ്ട് കൺസെപ്റ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒന്ന് സാമ്പിൾ സൈസ്, ഒന്ന് അതിൻ്റെ സാമ്പിളിംഗ് ഇൻ്റർവെൽ. അതായത് ഒരു സാമ്പിളിൽ എത്ര യൂണിറ്റ് വേണം എന്നുള്ളതും എത്ര സമയത്തിൻ്റെ ഇടവേളയിലാണ് സാമ്പിൾസ് എടുക്കേണ്ടത് എന്നുള്ളതും. അതാണ് സാമ്പിൾ സൈസും സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമ്പിൾസ് എങ്ങനെ ഉള്ളതായിരിക്കണം. സാമ്പിൾസിൻ്റെ മറ്റൊരു പേരാണ് സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സബ് ഗ്രൂപ്പ്സ് അഥവാ സാമ്പിൾസ് എങ്ങനെ ഉള്ളതായിരിക്കണം, അതിൻ്റെ സൈസ് എന്തായിരിക്കണം എന്നുള്ളതിനേക്കാൾ അത് എന്ത് ധർമ്മമാണ് ഈ കൺട്രോൾ ചാർട്ടിൽ നിർവഹിക്കുന്നത്, അതാണ് വളരെ പ്രധാനം. നമ്മുടെ കൺട്രോൾ ചാർട്ടിൻ്റെ ഉദ്ദേശം എന്താണ്? പ്രോസസ്സിലുണ്ടാവുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്കിൻ്റെ ഷിഫ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഷിഫ്റ്റ് പ്രസൻ്റ് ആണെങ്കിൽ ആ ഷിഫ്റ്റ് ഈ കൺട്രോൾ ചാർട്ടിലൂടെ പ്രതിഫലിച്ചിരിക്കണം, ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിരിക്കണം. അങ്ങനെ ചെയ്യപ്പെടുന്ന വിധത്തിലുള്ള സാമ്പിൾസ് ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. സോ ദോസ് സാമ്പിൾസ് ഷുഡ് ബി ഓഫ് റേഷണൽ ടൈപ്പ്. റേഷണൽ in the sense that if a shift is present in the process, it should be detected. ഓക്കെ, അതായത് പ്രോസസ്സിൽ ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രോസസ്സിലെ ഷിഫ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്ന തരത്തിലുള്ളതായിരിക്കണം നമ്മുടെ സാമ്പിൾസ്. അല്ലാണ്ട് എങ്ങനെയെങ്കിലുമുള്ള സാമ്പിൾസ് ആയതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് we are using a control chart to detect changes in the process mean. പ്രോസസ് മീനിലുള്ള ഷിഫ്റ്റാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് വിചാരിക്കുക. Then the rational subgroup concept means that the subgroups, that means the samples should be selected so that if the assignable causes are present, the chance for difference between subgroups will be maximized, while the chance for difference due to these assignable causes within a subgroup will be minimized. എന്ന് പറഞ്ഞാൽ പ്രോസസ് ഷിഫ്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സാമ്പിൾസ് തമ്മിലുള്ള വ്യത്യാസം മാക്സിമം ആയിരിക്കുകയും വേണം, സാമ്പിൾസിനുള്ളിലുള്ള വ്യത്യാസം മിനിമം ആയിരിക്കുകയും വേണം. Okay, so the sample should be rational. That subgroup should be rational in the sense that if the shift is present in the process, it should be detected so that the difference between samples should be maximum, whereas the difference within the subgroup should be minimum. അതാണ് റേഷണൽ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ റേഷണൽ എന്നുള്ള പേര് തന്നെ സൂചിപ്പിക്കുന്നത് അതാണ്. ഷിഫ്റ്റ് പ്രതിഫലിക്കുന്ന തരത്തിലുള്ള സാമ്പിൾസ് ആയിരിക്കണം. ഇതാണ് ഇതിൻ്റെ ഐഡിയ. രണ്ട് തരത്തിലാണ് നമ്മൾ റേഷണൽ സബ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നത്. ഒന്ന് സ്നാപ്ഷോട്ട് മെത്തേഡ്, മറ്റൊന്ന് റാൻഡം സാമ്പിൾ മെത്തേഡ്. സ്നാപ്ഷോട്ട് മെത്തേഡും റാൻഡം സാമ്പിൾ മെത്തേഡുമാണ്. ഈ സ്നാപ്ഷോട്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഈച്ച് സാമ്പിൾ കൺസിസ്റ്റ് ഓഫ് യൂണിറ്റ്സ് ദാറ്റ് വേർ പ്രൊഡ്യൂസ്ഡ് അറ്റ് ദി സെയിം ടൈം ഓർ ആസ് ക്ലോസ്ലി ടുഗദർ ആസ് പോസിബിൾ. തൊട്ടടുത്തുള്ള യൂണിറ്റ്സ്, അതായത് ഒരേ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കുറേ യൂണിറ്റ്സ്, അതാണ് സ്നാപ്ഷോട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അത് സാധ്യമാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരേ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം തൊട്ടടുത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന യൂണിറ്റ്സിനെ ആണ് നമ്മൾ എടുക്കുക സ്നാപ്ഷോട്ട് മെത്തേഡിൽ. എന്നാൽ റാൻഡം സാമ്പിൾ മെത്തേഡിൽ അങ്ങനെയല്ല. നമ്മൾ റാൻഡമായിട്ട് യൂണിറ്റ്സിനെ ചൂസ് ചെയ്യും. അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എടുക്കും, റാൻഡമായിട്ട് അതിൽ നിന്നിങ്ങനെ പ്രോഡക്ട്സിനെ എടുത്തുകൊണ്ടിരിക്കും. അതാണ് റാൻഡം സാമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത്.
ഈ രണ്ട് മെത്തേഡിനെയും കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഫിഗേഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ ഫിഗർ ഇത് സ്നാപ്ഷോട്ട് മെത്തേഡാണ്. സ്നാപ്ഷോട്ട് മെത്തേഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒന്നാമത്തെ സാമ്പിള് എല്ലാം ഒരേ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സാണ്. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ സാമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5 പോയിൻറ്റ്സിൻ്റെ ഇവിടെ 5 പോയിൻറ്റ്സാണ് ഓരോ സമയത്തും നമ്മൾ എടുക്കുന്നത്. 5 പോയിൻറ്റ്, ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഈ എക്സാമ്പിളിൽ 5 യൂണിറ്റ്സിനെയാണ് നമ്മൾ ഒരു സമയത്ത് എടുക്കുന്നത്. ആദ്യത്തെ സാമ്പിൾ, ഒന്നാമത്തെ സാമ്പിൾ 5 യൂണിറ്റ്സ്, രണ്ടാമത്തെ സാമ്പിൾ 5 യൂണിറ്റ്, മൂന്നാമത്തെ സാമ്പിൾ 5 യൂണിറ്റ്. ഇപ്പോൾ എല്ലാ സാമ്പിളിൻ്റെയും സൈസ് 5ആണ്. ഈ 5ഉം എടുക്കുന്നത് ഒരേ സമയത്താണ്. ഓക്കെ, എന്നാൽ റാൻഡം സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഒരേ സമയത്തല്ല എടുക്കുന്നത്. അത് ഒന്നാമത്തെ സാമ്പിൾ നമ്മൾ 5 എണ്ണം റാൻഡമായിട്ട് എടുക്കുന്നു, രണ്ടാമത്തതും 5 എണ്ണം റാൻഡമായിട്ട് എടുക്കുന്നു, മൂന്നാമത്തതും 5 എണ്ണം റാൻഡമായിട്ട് എടുക്കുന്നു, നാലാമത്തത് 5 എണ്ണം റാൻഡമായിട്ട് എടുക്കുന്നു. അങ്ങനെ റാൻഡമായിട്ട് ഓരോ ഘട്ടത്തിലും സാമ്പിൾ സെലക്ട് ചെയ്യാം. ഈ 2 തരത്തിലും നമുക്ക് സാമ്പിൾസിനെ സെലക്ട് ചെയ്യാൻ പറ്റും. റാൻഡം, ഇതെല്ലാം തന്നെ റേഷണൽ സബ് ഗ്രൂപ്പിംഗ് മെത്തേഡാണ്. ഓക്കെ, താങ്ക് യു.